പൊന്നു കാഴ്ചേ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് സുഖമായ ജീവിതമാണ് എൻ്റേത്. എനിക്ക് ഭക്ഷണം പോലും സ്വന്തമായിട്ട് കഴിക്കണ്ടെന്നേ, എല്ലാം ഇവർ ചെയ്തു തന്നോളും. അപ്പി ഇട്ടാലും മൂത്രം ഒഴിച്ചാലും ഒന്നും എനിക്ക് നോക്കണ്ട, ഒക്കെ ഇവർ കൊണ്ടുപോയി കളഞ്ഞു വൃത്തിയാക്കും. എന്താ അല്ലേ, ഇങ്ങനെ ജീവിക്കാനും വേണം ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ എൻ്റെ കുമ്പം നിറച്ചു ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഉറങ്ങാൻ പോയിട്ടോ. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങായിരുന്നു. നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറേ നേരം ഉറങ്ങിട്ടോ. ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊക്കെയാണ് കടന്നുറങ്ങിയത് കേട്ടോ. ഒരുറക്കൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ മുതലാളി ഇതേ മരുന്നായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മരുന്ന് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടെ ഗായ്സ്. വല്ലാത്തൊരു കയ്പും ചാർപ്പൊക്കെ ആണെന്നേ. ഞാൻ ഓടാൻ വേണ്ടി കുറേ നോക്കി, പക്ഷെ ഈ പണ്ടാര എന്നെ പിടിച്ച് കൊണ്ടുവന്നു ഗായ്സ്. ഇവള് ഭയങ്കര കൂരത്തം കണ്ട കുട്ടിയാട്ടോ. ഇവൾ എന്നെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യും. ഇപ്പം കണ്ടോ എന്നെ ഇനി എൻ്റെ കയർ പിടിച്ച് വലിക്കുന്ന കണ്ടോ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വലിക്കുക. എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് മരുന്ന് കുടിക്കാൻ. എനിക്ക് ഇഷ്ടമില്ല മരുന്ന് കുടിക്കുന്നത്. അയ്യേ വേ അമ്മേ അമ്മേ, ഷോമോനി ഇച്ചിരി മതി കേട്ടോ. ഷോമോനി മരുന്ന് ഇഷ്ടമല്ല അമ്മേ. ഇച്ചിരി അയ്യോ അയ്യോ അത്ര നടക്കില്ല അമ്മേ, കുറച്ചുകൂടെ അതിനകത്തേക്ക് ഒഴിക്കാമേ. അത്ര വേണ്ടമ്മേ. അയ്യോ ഇന്ന് ഞാൻ ഛർദിച്ച് വയറിളകി ഒരു പരിവാവുമല്ലോ. ഞാൻ കുറെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കില്ലെന്നേ. എന്നെ മലർത്തി കിടത്തി എൻ്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു തന്നവര്. കഷ്ടപ്പെട്ടു ഞാൻ. ഷോമ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഇന്ന് നോക്കിക്കോ, ഞാൻ ഇവിടെ അപ്പിട്ട് കോളാക്കി വയ്ക്കും. ഞാൻ വീട് മുഴുവൻ അപ്പിട്ട് ആകെ വൃത്തിയിലാക്കി വയ്ക്കും. പറഞ്ഞാൽ കേൾക്കണം മനുഷ്യന്മാരായ കുറച്ച്. പിന്നെ ഞാൻ കുറച്ച് നേരം ഏകാന്തതയിലേക്ക് അന്തം വിട്ട് നോക്കി നിന്ന് ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാനും എൻ്റെ മുതലാളിയും ഒരേ ടൈപ്പാണ്. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. രണ്ടുപേരും വലിയ എന്തോ ഒരു സംഭവം എന്ന് വെച്ചിങ്ങനെ നടക്കും. എന്താ രസമില്ല അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഒരു ചുക്കിയൊക്കെ അറിയൂല. പിന്നെ ഞങ്ങൾ ഗൈസ് കുറച്ച് നേരം മേക്കപ്പ് ഒക്കെ ഇട്ടു കേട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടൊക്കെ ഇരുന്നത്. എനിക്ക് പൊട്ടിട്ടപ്പോൾ ഞാൻ നല്ല സുന്ദരിയാണെന്ന് തോന്നിപ്പോയി. നിങ്ങൾ എന്നെ കണ്ടിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ ഗൈസ്? ഇനി കണ്ടോ കേട്ടോ. എനിക്ക് എൻ്റെ അമ്മ രണ്ട് കൊമ്പൊക്കെ വെച്ച് തരുന്നുണ്ട്. ഇത് ഷോയ്ക്കുട്ടൻ്റെ തലയിൽ എന്തിനാ വെക്കുന്നതെന്ന് അറിയോ? ഷോയ്ക്കുട്ടൻ ഇന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനാണ് എൻ്റെ അമ്മ ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് കുറച്ച്. പിന്നെ ഇത് ലോലോൻ്റെ ക്ലിപ്പാണ് കേട്ടോ. അവളെ എന്നെ ദേഷ്യപ്പെടുമായിരുന്നു. അവളെ ക്ലിപ്പൊക്കെ കുത്തിന്ന് പറഞ്ഞു. ഇത് ലോലുവിൻ്റെ അമ്മ ലോലുവിനെ കാണിക്കാതെ എനിക്ക് കുത്തി തന്നതാ കേട്ടോ. ലോലു മേലെ എവിടെയോ കളിക്കാൻ പോയിരിക്കുകയാണ് ഗ്യാഷ്. അവളിന് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കളിയാന്ന്. നമ്മുടെ വീട്ടിലായിരുന്നു അവൾക്ക് കളിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ ഫുള്ള് എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അവൾക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരനായോ സുന്ദരിയായോ? എന്നെ കണ്ടിട്ടൊരു സുന്ദരിയുടെ ലുക്കുണ്ടല്ലോ. പക്ഷെ ഞാൻ ഭയങ്കര സുന്ദരനാണെന്ന് എനിക്കറിയാം. ഞാനൊരു സുന്ദരനായി ജനിച്ചു പോയില്ല. ഇനിയിപ്പോൾ ഒരു സുന്ദരിയാവാൻ പറ്റൂ? എന്താ ചെയ്യല്ലേ, ഇനിയിപ്പോൾ ഒരു സുന്ദരിയായിട്ട് അങ്ങനെ നടക്കാം. സുന്ദരനായി നടന്നാലും ഇവിടെ ആരും പെണ്ണുങ്ങളെ ഒന്നും കാണുന്നില്ല. ആകെയുള്ളതൊരു മിട്ടുക്കുട്ടനാണ്. മിട്ടുക്കുട്ടനാണെങ്കിൽ എന്നേക്കാൾ പ്രായം കുറവാണ്. അവൻ്റെ കൂടെ കളിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. അവൻ വെറും ഒരു എന്താ പറയുക, ഷൈക്കോ. അവൻ ഷൈക്കോയുടെ കൂടെയൊക്കെ കൂടി ഞാൻ ഷൈക്കോ ആയി മാറില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഒന്നും കൂട്ടുകൂടുന്നില്ല കേട്ടോ. ഏതായാലും മേക്കപ്പ് ഒക്കെ ഇട്ടതല്ലേ, കുറച്ച് നേരം ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നാട്ടുകാരെ വീട്ടുകാരെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഷോയ്ക്കുട്ടൻ വരുന്നുണ്ടേ. ഇതെന്താ സാധനം? ഉണക്കം വാങ്ങിയോ? ഇതൊന്നും എനിക്ക് വേണം. നമുക്ക് അങ്ങനെ കുറച്ച് മേലോട്ട് പോവാമേ. അവിടെ പോയാൽ കുറച്ച് കിളികളും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ എന്നെ നോക്കി ഒന്ന് വായി നോക്കട്ടെ. അപ്പം അമ്മേ നമുക്ക് കുറച്ചുകൂടി ദൂരം പോവാം കേട്ടോ. അപ്പം ശരി ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.